തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വരുന്നതായ കർമ്മനിരതരായ ഭാരവാഹികളെ, ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ ഭക്തി പുരസ്സരം നിർവഹിച്ചു വരുന്ന ക്ഷേത്രം പൂജകരെ, ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആധ്യാത്മിക പ്രഭാഷണത്തിൽ ഭാഗവാക്കാക്കിക്കൊണ്ടിരിക്കുന്ന സനാതന ധർമ്മ അഭിമാനികളായിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഭാഷണത്തിനായിക്കൊണ്ട് രണ്ടാമത് ഒരു അവസരമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ സിദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ വൈരാഗ്യമേവാഭയം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1.25 മണിക്കൂറോളം നമ്മൾ ഒരുമിച്ചൊരു ചിന്ത നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അനുസന്ധാനം ചെയ്യുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നതായ വിഷയം കൈവർത്തകനായ കേശവൻ എന്നുള്ളത്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. ഇന്ന് നമുക്ക് ചെറുകുടിയേറ്റ് നടക്കുന്നത് കൊണ്ട് അല്പം അതിനിടെ പ്രഭാഷണത്തിനിടയിൽ ചെറിയ ഒരു തടസ്സം വരും. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ സമയം നമുക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കുവാൻ വേണ്ടി അവസരമുണ്ട്. കൈവർത്തകനായ കേശവൻ, ആ പ്രഭാഷണ വിഷയത്തെ നമ്മളൊന്ന് ചിന്തിച്ചാൽ 2 പദങ്ങൾ ഉണ്ടാക്കുക. ഒന്ന് കൈവർത്തകൻ, രണ്ടാമത്തേത് കേശവൻ എന്ന ശബ്ദം. ഭഗവാന്റെ ധാരാളം നാമങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച് അവതാര ദൗത്യം പൂർത്തിയാക്കി ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയുള്ള ജീവിതത്തില് ഭഗവാന്റെ ജീവിതം ഓരോന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജീവിതം. ഉള്ളൂരിന്റെ ഭാഷയിൽ പറഞ്ഞാല് കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹനമോഹനം. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളന്റെ കണയേറ്റ് കാൽത്താർ വിണ്ട് അവതാര ദൗത്യം പൂർത്തിയാക്കി ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മളോടൊക്കെ ശരീരം കൊണ്ട് വിട പറയുമ്പോൾ അതിനിടയിലുള്ള ഭഗവാന്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ജഗന്മോഹനമോഹനമാണ്, ഒന്നിനൊന്ന് മികച്ചതാണ്. അങ്ങനെ അവതാര ദൗത്യം പൂർത്തിയാക്കി ഭഗവാൻ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തികൾ കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ധാരാളം നാമങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു നാമമാണ് കേശവൻ എന്നുള്ളത്. കേശവ ശബ്ദത്തിന് ധാരാളം രീതിയിൽ നമുക്ക് അർത്ഥം പറയാൻ സാധിക്കും. പ്രശസ്താഹ കേശാഹ സന്ധി അസ്യ ഇതി കേശവ. പ്രശസ്തങ്ങളായിട്ടുള്ള കേശങ്ങളുള്ളവൻ. ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയിൽ ഭഗവാന്റെ കേശങ്ങളെ സ്തുതിക്കാത്തതായ കവികൾ, വളരെ ഗൗരവപൂർവം ഭഗവത് സ്തുതിയിൽ ഏർപ്പെട്ടിട്ടുള്ള പരമാത്മാക്കളെല്ലാം
ഭഗവാന്റെ കേശങ്ങളെ കൃത്യമായി സ്തുതിച്ചിട്ടുണ്ട്. കേശാദിപാദം തൊടുന്നേൻ കേശവ കേശാദിപാദം തൊടുന്നേൻ. അടുത്ത വരി നമ്മൾ നോക്കൂ. പീലിത്തൊരു മുടിയും, അല്ലെ? ആ ചുരുൾമുടിയെ സ്തുതിക്കാത്തവരും ധ്യാനിക്കാത്തവരുമില്ല. അതുകൊണ്ട് പ്രശസ്തങ്ങളായ കേശങ്ങൾ ഉള്ളത് കൊണ്ട് ഭഗവാന് കേശവൻ എന്നുള്ളതാണ്. ഇനി കശ്ച ഈശശ്ച കേശവും നോക്കൂ, മറ്റൊരു നിർവചനം. കശ്ച ഈശശ്ച കേശവും. ക ശബ്ദത്തിന് ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്, ഈശ ശബ്ദത്തിന് ശിവനെന്നും അർത്ഥമുണ്ട്. അപ്പോൾ താം അവതീതി കേശവ, എത്ര മനോഹരമായ നിർവചനം നോക്കൂ. ബ്രഹ്മാവിനെയും ശിവനെയും പോലും രക്ഷിക്കുന്നവൻ എന്നർത്ഥം പറയുമ്പോൾ ആ അവതാരത്തിന്റെ ദൗത്യം ഉന്നതി എത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് ഭഗവാന്റെ ജീവിതത്തെ നമുക്കൊന്നും അനുകരിക്കാൻ സാധിക്കില്ല. ഏത് റോളാണോ ജീവിതത്തിൽ എടുക്കുന്നത് അതിൽ 100 ഭഗവാന്മാർക്ക്, 1-2 വല്ല 100. ആ ജീവിതത്തിൽ നിന്നും അല്പം ഉൾക്കൊള്ളാമെന്നല്ലാതെ, അത് സ്വീകരിക്കാമെന്നല്ലാതെ അനുകരിക്കാൻ പറ്റിയ തരത്തിലുള്ളതല്ല. പറ്റുമെങ്കിൽ അല്പം ഭഗവാനെ അനുസരിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കും. ഇത് സംസ്കൃത ഭാഷയുടെ ഒരു മധുരമാണ്. കേശവൻ എന്നുള്ള ശബ്ദത്തെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ആ ഭാഷയുടെ മാധുര്യം കൊണ്ടും ആഴവും പരപ്പും കൊണ്ടും എത്ര തരത്തിലാണ് അതിലേക്ക് അർത്ഥങ്ങൾ സംയോജിക്കുന്നത്. മറ്റൊരു പ്രസിദ്ധമായ നിർവചനം, ഭഗവാൻ കേശി എന്നുള്ള അസുരനെ വധിച്ചത് കൊണ്ട് കേശവൻ എന്നുള്ള നാമം, മധു എന്നുള്ള അസുരനെ ഭഗവാൻ വധിച്ചത് കൊണ്ട് മധുസൂദനൻ എന്നുള്ള നാമം. പറഞ്ഞു വരുന്നത്, ഇത് ഇങ്ങനെ അർത്ഥചിന്ത നടത്തുവാൻ ലോകത്ത് കേൾപ്പുള്ള ഏക ഭാഷ അത് സംസ്കൃതത്തിന്റെ മാത്രം സൗന്ദര്യമാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി എൻ്റെ എളിയ അഭ്യർത്ഥന, അപേക്ഷ, നമുക്കോ സംസ്കൃതം പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആ ഭാഷയുടെ സൗന്ദര്യം, ആ ഭാഷയുടെ ബോധം നുകരുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത്ര ആഴവും പരപ്പുമാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ആൻഡ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, ഈ 2 കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ ഈ ഭാഷ അത്യധികം സഹായം. തലച്ചോറിന്റെ ഓരോ കോശങ്ങളെയും ഉത്തേജിപ്പിക്കുവാൻ, കോടാനുകോടി ആ ന്യൂറോൺസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും ആഴവും പരപ്പുമുള്ള മറ്റൊരു ഭാഷ ലോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മുമ്പിൽ കേശവൻ എന്നുള്ള ശബ്ദത്തെ കുറിച്ച് മാത്രം വേണമെങ്കിൽ ദിവസങ്ങളോളം സംസാരിക്കാനുള്ള ആഴത്തിലും പരപ്പിലുമുള്ള ഖനിയുണ്ട്. ഇനി അതിനോട് ചേർത്തുള്ള മറ്റൊരു ശബ്ദം കൈവർത്തകൻ എന്നുള്ളതാണ്, അല്ലെ? കൈവർത്തകൻ. കൈവർത്തക ശബ്ദത്തിന്റെ അർത്ഥം എന്താ? കേ വർത്തതേ ഇതി കൈവർത്തക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കേ എന്ന് പറഞ്ഞാൽ ജലത്തിൽ, വർത്തതേ ജലത്തിൽ വർത്തിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ സാമാന്യമായ അർത്ഥം. ജലത്തിൽ വർത്തിക്കുന്നവൻ. അങ്ങനെ നോക്കിയാൽ ഇന്ന് കേരളത്തിലെ എല്ലാവരെയും, മിക്കവാറും ആൾക്കാരെയൊക്കെ കൈവർത്തകൻ എന്ന് വിളിക്കേണ്ടി വരും, അല്ലെ? എല്ലാവരും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാല് കൈവർത്തകന്മാരാണ്. പക്ഷേ അതുകൊണ്ടാണ് പണ്ട് വിദ്യാലയത്തില് ടീച്ചർ ഒരു കുട്ടിയോട് എണ്ണാൻ പറഞ്ഞു. കുട്ടി എണ്ണി 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടീച്ചർ പറഞ്ഞു ഒന്നുകൂടെ എണ്ണിയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിന്നെ ആരാണ് ഇത് പഠിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു 1 മുതൽ 5 വരെ അമ്മ പഠിപ്പിച്ചു. 8:30 ആകുമ്പോ അച്ഛൻ വന്നു. അച്ഛൻ പറഞ്ഞു നീ ഇരിക്കും, ഞാൻ പഠിപ്പിക്കാം ബാക്കി. ഈ അച്ഛൻ പഠിപ്പിച്ചതാണ് 6, 7, 8, 9, 10. ബാക്കി കൂടുതൽ ഞാൻ വിസ്തരിക്കുന്നില്ല, നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോ സനാതന ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട്
പറഞ്ഞുകൊണ്ട്, അതും ഈ അപജയം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭക്തിയെ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു സങ്കടം അറിയോ? എല്ലാ തരത്തിലുള്ള മദ്യപാനങ്ങളും മറ്റുമൊക്കെ ഭക്തിയുടെ മറവിൽ നടന്നിരുന്ന ഇപ്പൊ ഭക്തിയുടെ നിറവിലാണ്. എവിടത്തേക്കാണ് നമ്മൾ ഇത്രയധികം പ്രഭാഷണങ്ങൾ കേട്ടിട്ട് പ്രബുദ്ധരായിട്ട് പോകുന്നതെന്ന് ചിന്തിക്കണം. കേരളത്തിന്റെ പേര് മാറ്റിയിട്ട് മധ്യപ്രദേശിനാക്കാനുള്ള കാലം കഴിഞ്ഞു. അതാണ് അവസ്ഥ. ഇപ്പൊ കൈവർത്തകൻ എന്നുള്ള ശബ്ദം യോഗരൂഢമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് കടത്തുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. കടത്തുകാരൻ. കൈവർത്തക ശബ്ദം നമുക്ക് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. രാമായണത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഗുഹനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നോക്കിയാൽ അവിടെയുണ്ട് ഈ ശബ്ദം. മഹാഭാരതത്തില് പല സ്ഥലങ്ങളിലുണ്ട്. അഭിജ്ഞാന ശാകുന്തളം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ശബ്ദത്തിന്റെ മാധുര്യം, ഈ ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ ആഴം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആചാര്യൻ മധുസൂദന സരസ്വതിയാണ്. മധുസൂദന സരസ്വതി അദ്ദേഹത്തിന്റെ ഗൂഢാർത്ഥ ദീപിക എന്ന് പറയുന്ന ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ച സമയത്ത് ഭഗവത്ഗീതയെ സ്തുതിച്ചുകൊണ്ട് ചില ശ്ലോകങ്ങൾ എഴുതി. സത്യത്തിൽ മഹാഭാരതത്തിലുള്ളതല്ല, മധുസൂദന സരസ്വതിയുടേതാണെന്ന് പറയപ്പെടുന്നു. അതും അത്രയേ പറയാൻ സാധിക്കുള്ളൂ. പഠിപ്പിച്ച ആചാര്യന്മാരും അതുപോലെ വായിച്ച പുസ്തകങ്ങളിലുമൊക്കെ മധുസൂദന സരസ്വതിയാണ് ഭഗവത്ഗീതയ്ക്ക് മംഗള ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് കേട്ടു. അപ്പോൾ ആ ശബ്ദത്തിന്റെ ആ മനോഹാരിത അത്ര കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് മധുസൂദന സരസ്വതിയാണ്. അദ്ദേഹം ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുന്നതിന് മുമ്പ് അതിന്റെ മനോഹരമായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ അതിലൊരു ശ്ലോകം എഴുതി ചേർത്തു. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപ്പല ശല്യഗ്രാഹവതീ കൃപേണ വഹൻ കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോര മകര ദുര്യോധനാവർത്തിനി സോത്തീർണാഖലു പണ്ഡവൈരണ നദി കൈവർത്തക കേശവ. ആ വാക്കുകളിൽ നിന്നാണ് ആ പ്രഭാഷണത്തിന്റെ വിഷയം ഞാൻ എടുത്തത്. കൈവർത്തകനായിട്ടുള്ള കേശവൻ. വളരെ ആഴത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വാക്യാർത്ഥം വിട്ട് വ്യംഗ്യാർത്ഥത്തിന്റെ തലങ്ങളിലേക്ക് ചെന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ഓരോ തവണ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും അവിടെയൊക്കെ ഈ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ അത്യധികം പ്രയാസങ്ങൾ നിറഞ്ഞ ഈ കലുഷിത കലിയുഗത്തിൽ പലരും ചിരിക്കുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ആഴത്തിലുള്ള ദുഃഖത്തിൽ ജീവിക്കുമ്പോഴും ആ ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു കരുത്തായി, താങ്ങായി, തണലായി, അതോടൊപ്പം നിരന്തരമായി പ്രചോദനം നൽകിക്കൊണ്ട് ഒരു കടത്തുകാരനുണ്ട് നമ്മുടെ ഉള്ളിൽ. സമയം കിട്ടുള്ളൂ. ഇത് ഇവിടെ അവസാനിപ്പിക്കണമെന്നും ഒരു ധാരണയില്ല. എപ്പോൾ നിർത്താൻ പറയുന്നു അന്നേരം നിർത്തും. വിഷയം ഒരു കാരണവശാൽ അത് എവിടെയും പറഞ്ഞെത്തുന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോ കൈവർത്തകനായിട്ടുള്ള കേശവൻ എന്നുള്ള ഈ പദം നമുക്ക് അത് കൃത്യമായി കാണാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു, ഭഗവത്ഗീതയ്ക്ക് മംഗളശ്ലോകങ്ങൾ രചിക്കുന്ന സമയത്ത് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന അദ്വൈത സിദ്ധി പോലെയുള്ള
വീണ്ടും ഒന്നുകൂടെ ചുരുങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ എന്നോട് ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ നേരത്തെ ഞാൻ പ്രഭാഷണത്തിനിടയിൽ നടത്തിയ ഒരു പരാമർശത്തെ അദ്ദേഹം എടുത്ത് സൂചിപ്പിച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്തിയുടെ നിറവിൽ നടക്കുന്നതായ അനാചാരങ്ങളെ നമുക്ക് എതിർത്തേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പ്രധാനമായി ഉദ്ദേശിച്ചത്. കാരണം പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം കേവലം ഭക്തിവിശ്വാസങ്ങൾ പറയുക എന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് അമിതമായ മദ്യപാനത്തെ കുറിച്ച്. അത് ഭക്തിയുടെ നിറവിൽ നടത്തുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അല്ലാതെ മുഴുവനല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം, ഭക്തിയുടെ നിറവിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നടക്കാൻ ഒന്ന് താമസാരാധനയിൽ മദ്യം വേണമെന്ന് പറയും. നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ കരിക്കും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ ചടങ്ങ് നിർവഹിക്കാനുള്ള വിധിയുണ്ട്. മാത്രമല്ല, തെങ്ങെന്ന് പറയുന്ന നട്ടെല്ലിന്റെ രൂപമാണ്. ആ നട്ടെല്ലിന്റെ രൂപത്തിലുള്ള തെങ്ങിന്റെ മുകളിൽ ഉണ്ടാകുന്നതായ കള്ളെന്ന് പറയുന്നത് ബ്രഹ്മരസത്തിന്റെ പ്രതീകമാണ്, ബ്രഹ്മാനന്ദത്തിന്റെ പ്രതീകം. ആ ആനന്ദത്തിന്റെ പ്രതീകമായിട്ടാണ് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇത് അല്പം ഉപയോഗിക്കുന്നത്. അല്ലാതെ വിദേശ മദ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില സമൂഹത്തിൽ ചില നവോത്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനിടയിൽ സൂചിപ്പിച്ചെന്ന് മാത്രം ഒരു ഭക്തനത് കേട്ടപ്പോൾ കുറച്ച് നീരസം തോന്നി. അദ്ദേഹം എന്നോട് നേരിട്ട് സൂചിപ്പിച്ചു. അതിന് മറുപടി ഞാൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു എന്ന് മാത്രം ഒന്നുകൂടെ സൂചിപ്പിച്ചോട്ടെ, അടിവരയിട്ട് പറയട്ടെ. ഭക്തിയുടെ നിറവിൽ നടത്തുന്നതായ അനാചാരങ്ങളെയാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. ശരി, ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ കൈവർത്തകനായ കേശവൻ എന്നുള്ള പദം ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചു. ഇത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച സമയത്ത് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന ആചാര്യൻ എഴുതി ചേർത്ത ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോര മകര ദുര്യോധനാവർത്തിനി സോത്തീർണാഖലു പണ്ഡവൈരണ നദി കൈവർത്തക കേശവ. അവിടെയാണ് കൈവർത്തകനായ കേശവൻ എന്നുള്ള പദം വരുന്നത്. എവിടെ? മഹാഭാരത യുദ്ധത്തിന്റെ ഭീഷണമായ രംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതമാണ്. മനസ്സിന്റെ ഉള്ളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം. ഓരോ ദിവസവും കടന്നു പോകുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാ, വളരെ പ്രയാസ. ഓരോ ദിവസവും കടന്നുപോയി എന്നുള്ള രീതിയിലാണ്. ഇവിടെ മഹാഭാരത യുദ്ധത്തെ മുഴുവൻ വലിയൊരു നദിയോട് ഉപമിച്ചിരിക്കുന്നു, വലിയൊരു നദിയോട്. ആ നദിയുടെ പ്രത്യേകത എന്താ? ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് തടങ്ങൾ. ഭീഷ്മ പിതാമഹൻ സ്വച്ഛന്ത മൃത്യുവായി, അല്ലേ, വിചാരിക്കുന്ന സമയത്ത് മരണം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നെ എന്താ? ഇവരുടെയൊക്കെ മുത്തച്ഛനാണ്, കൗരവ പാണ്ഡവരുടെയൊക്കെ മുത്തച്ഛൻ. പക്ഷേ പരാന്നഭുക്കായി പോയി, കൗരവർക്ക് അടിമയായി പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ ഉത്തമനായ ഭക്തനായിട്ടാണ് ജീവത്യാഗം ചെയ്യുന്നത്. ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത് കൊണ്ടാണ് നമുക്ക് വിഷ്ണു സഹസ്രനാമം പോലെയുള്ള അതിമനോഹരമായ എന്നും ഭക്തരുടെ നാവിൽ തത്തിക്കളിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വിഷ്ണു സഹസ്രനാമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് തടങ്ങൾ, അല്ലെ, ഒരു കുത്തി ഒഴുകുന്ന വലിയൊരു നദി നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതിനപ്പുറം തടങ്ങൾ വളരെ വലുതാണെങ്കിൽ തോണി അതിലേക്ക് ഇറക്കാൻ സാധിക്കില്ല ഒരിക്കലും. ഇറക്കിയ തോണി തന്നെ കയറ്റുവാനും നമുക്ക് പ്രയാസമാണ്. ഈ രണ്ട് തടങ്ങളിൽ നിൽക്കുന്നത് ഒന്ന് ഭീഷ്മരാണ്, മറ്റേത് ദ്രോണാചാര്യൻ, അല്ലെ, ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ആചാര്യൻ. ഒരുപക്ഷെ അദ്ദേഹം അർജുനനെ പ്രിയ ശിഷ്യനായി സ്വീകരിച്ചത് പോലും അതിന്റെ പിന്നിലും പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടായിരുന്നു, ദ്രുപദനെ പരാജയപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം വിദ്യ പഠിപ്പിച്ച ഒരു ആചാര്യൻ എന്ന് പറയുമ്പോൾ
ഒരു വശമതാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പഠിപ്പിച്ചു. ദ്രുപദരോട് പരാജയം ഏറ്റ് വാങ്ങാത്ത തരത്തിലുള്ള ഒരു ശിഷ്യനെ വേണം. അതിന് അർജുനനാണ് ബെസ്റ്റ്. അർജുനനെ വാർത്തെടുത്തു. പക്ഷേ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? തന്റെ മരണം ദൃഷ്ടദ്യുമ്നന്റെ കൈകളിൽ നിന്നുണ്ടാവും എന്നറിഞ്ഞിട്ടും ദ്രുപദപുത്രന് മുഴുവൻ വിദ്യ ഉപദേശിച്ചു കൊടുത്തു. അതും ദ്രോണരുടെ ഒരു പ്രത്യേകതയാണ്. നോക്കുക, അപ്പോൾ മഹാഭാരതത്തിന്റെ ധർമാധർമ്മങ്ങളെ അളക്കണമെങ്കിൽ നമ്മുടെ ചെറിയ ബുദ്ധി പോരാ, ആഴത്തിൽ യുക്തിയുടെ മൂശകരിട്ട് പരിശോധിക്കണം. അങ്ങനെ കൗരവപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട വില്ലാളി വീരന്മാർ ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് തടങ്ങൾ, ഗാന്ധാര നീലോപ്പല, ഗാന്ധാരനാകുന്ന കരിമ്പാറ. ആരാ ഗാന്ധാരൻ? ശകുനി. ഈ യുദ്ധത്തിന് വേണ്ട എല്ലാ പദ്ധതികളും രൂപപ്പെടുത്തുന്നതിൽ ഗൂഢതന്ത്രങ്ങൾ അങ്ങേയറ്റം മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ശകുനിയാകുന്ന കരിമ്പാറ. ഒരു നദിയിൽ മുമ്പോട്ട് ചലിക്കുന്ന തോണിക്ക് പലപ്പോഴും കരിമ്പാറകൾ അപകട. പോയി അടിച്ചു കഴിഞ്ഞാൽ തോണി മറിഞ്ഞു. ശല്യഗ്രാഹവതി, ശല്യരാകുന്ന മുതല. ശല്യർ പേര് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ആ കർണൻ യുദ്ധത്തിൽ തോക്കുവാൻ പ്രധാന പങ്ക് വഹിച്ച ഒരാളായി ശല്യം. ശല്യം എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ല. എന്തായി ശല്യം? ഈ അമ്പിന്റെ അറ്റത്ത് ഒരു ആരോ ആകൃതിയിൽ കാണുന്ന ഒരു സാധനമുണ്ട്, ലോഹങ്ങൾ. അതിനാണ് ഈ ശല്യം എന്ന് പറയുന്നത്. അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിടിച്ചു വലിച്ച് ഒരിക്കലും എടുക്കൽ നടക്കില്ല, കുടുങ്ങി കളിക്കും. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം നിരന്തരമായി നമ്മളെ അലട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ശല്യം എന്ന് പറയാ. ഇതുപോലത്തെ ഒരു പേരാണ് ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞത്. കർണനോട് നിരന്തരമായിട്ട് നിനക്ക് പറ്റുമോ കർണ, ആവോ കർണ എന്നിങ്ങനെ നെഗറ്റീവ് ചിന്തകൾ. നോക്കൂ, ഒരു സ്ഥലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പരമാവധി ജീവിതത്തിൽ പോസിറ്റീവ് ചിന്താഗതികൾ കൊണ്ട് യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുമ്പോൾ മറുവശത്ത് ശല്യർ കർണനെ പുറകോട്ട് വലിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ആരായിരിക്കണം, സാരഥി ആരായിരിക്കണം, ജീവിതത്തിൽ ആരുടെ കൂടെ നടക്കണം, വലിയ ചിന്ത നടത്തേണ്ട വിഷയമാണ്. ശല്യഗ്രാഹവതി കൃപേണ വഹനി, കൃപനാകുന്ന ഒഴുക്ക്. കർണേന വേലാകുല, കർണനാകുന്ന വേലിയറ്റവും വേലിയിറക്കവും. ഈ നദിയിൽ എപ്പോഴാണ് വെള്ളം കൂടുക, എപ്പോഴാണ് കുറയുക പറയാൻ പറ്റൂല. അശ്വത്ഥാമ വികർണ ഘോരമകരാഹ, അശ്വത്ഥാമാവ്, വികർണൻ തുടങ്ങിയ വലിയ മകര മത്സ്യങ്ങൾ. ദുര്യോധനാവർത്തിനി, ദുര്യോധനാകുന്ന ചുഴി. നോക്കൂ, മഹാഭാരത യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന 9 മഹാരഥന്മാരെ കുറിച്ചായി പറഞ്ഞു. 9 മഹാരഥന്മാരിൽ നമ്മൾ ആ സൈന്യത്തെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും. 18 അക്ഷോഹിണി സേനയുള്ളതിൽ 11 കൗരവർക്കൊപ്പം, 7 പാണ്ഡവർക്ക് സ്വന്തമായിട്ടുള്ളത്. യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരു എക്സിറ്റ് പോൾ എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിജയം കൗരവർക്കൊപ്പമാണെന്ന് എല്ലാ പത്രങ്ങളും എഴുതും, ഒരു സംശയമില്ല, എല്ലാവരും ഉണ്ട്. എന്നിട്ടും നമ്മൾ ചിന്തിക്കണേ, എല്ലാ സാഹചര്യങ്ങളും വിപരീതമായിട്ടും ജയിക്കുവാൻ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളും ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലും പെട്ട് ഉഴർന്നിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് ജീവിതമില്ല എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടില്ല, ഇനി എങ്ങനെ പോകാനാ മുമ്പോട്ട്? ഇങ്ങനെ ആ യുദ്ധത്തിന്റെ എല്ലാ സാധ്യതകളും കൗരവർക്ക് അനുകൂലമാകുമ്പോഴും മധുസൂദന സരസ്വതി നമ്മളോട് പറയാണ്, സോത്തീർണാഖലു പാണ്ഡവാഹ, പാണ്ഡവർ വിജയിച്ചു. എന്താണ് ആ വിജയത്തിന്റെ രഹസ്യം? നമ്മൾ ആലോചിക്കുമല്ലോ. അതിന്റെ ഫോർമുല എന്താ? ഇതിന്റെ ഈ നദിയെ വളരെ നിസാരമായിട്ട് തരണം ചെയ്യുവാൻ വേണ്ടി പാണ്ഡവർക്ക് സാധിച്ചു. എങ്ങനെ? അവസാന വരിയിൽ അതിന്റെ താക്കോൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അറിയോ? കൈവർത്തക കേശവ. ഈ തോണി തുഴഞ്ഞ തുഴച്ചിൽക്കാരനുണ്ടല്ലോ, ചില്ലറക്കാരനല്ല. തോണി തുഴഞ്ഞ തുഴച്ചിൽക്കാരൻ ചില്ലറക്കാരനല്ല, അത് കേശവനാ. ഭഗവാൻ തുഴഞ്ഞ തോണിയിൽ ഇരുന്നു കൊടുത്തിട്ടേ ഉള്ളൂ പാണ്ഡവർ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മധുസൂദന സരസ്വതി ഇവിടെ തരുന്നത്.
ജീവിതത്തിന്റെ തുഴച്ചിൽക്കാരൻ എപ്പോഴും ആരാവണം? ഭഗവാനാവണം. ആ തുഴ ഭഗവാൻ എന്ന് സമർപ്പിച്ചേക്കുക. ഭഗവാനെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ, എന്റെ ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടപ്രകാരമേ ഇവിടെ ഒരു ഇല പോലും അനങ്ങുകയുള്ളൂ. ആ തുഴ പാണ്ഡവർ ഭഗവാനെ ഏൽപ്പിച്ചപ്പോൾ ഭഗവാൻ തുഴഞ്ഞ് ഒരു പ്രയാസവുമില്ലാതെ കരക്കടിപ്പിച്ചു. അതുകൊണ്ട് കൈവർത്തകൻ എന്നുള്ള വാക്ക് കേവലം ഒരു തുഴച്ചിൽക്കാരൻ എന്നതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തെ മുമ്പോട്ട് അനുനിമിഷം മുമ്പോട്ട് നയിക്കുന്ന വലിയൊരു പ്രതീക്ഷയാണത്. ആ പ്രതീക്ഷ, ആ ഈശ്വരന്റെ കടാക്ഷം ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒന്നും നടക്കില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഒന്നും ഇല്ലാതാവില്ല. പക്ഷേ എല്ലാം അല്ലാതാവും. ആ പ്രയാസങ്ങളൊന്നും അല്ലാതാവണമെങ്കിൽ അവിടെ എനിക്കും നിങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: ഈശ്വരാവബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീബുദ്ധന്റെ അടുത്തേക്ക് ഒരിക്കലും ഒരു ശിഷ്യൻ വന്ന് വലിയ പരാതി പറഞ്ഞു. ഭഗവാന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രയാസങ്ങളാ, ദുഃഖങ്ങളാ, എങ്ങനെയാണ് ഒന്ന് കരകയറാൻ സാധിക്കുക? ഉടനെ ഭഗവാൻ എന്ത് ചെയ്യുന്നറിയോ? ഭഗവാൻ ശ്രീബുദ്ധൻ ഒരു സ്പൂൺ ഉപ്പെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കലക്കി കൊണ്ടുവന്നു. നന്നായി അലിഞ്ഞതിന് ശേഷം ബുദ്ധൻ പറഞ്ഞു അത്രേ, അല്പം കുടിക്കാൻ പറഞ്ഞു. വായിലേക്ക് വെക്കുന്ന സമയത്ത് ഈശ്വരൻ പറഞ്ഞു, എനിക്കാവില്ല. എന്തുകൊണ്ടാവാത്തത് എന്ന് പറഞ്ഞു, നല്ല ഉപ്പ, ഉപ്പിന്റെ വെള്ളം അതേപോലെ കുടിക്കുക എന്ന് അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റുന്നില്ല. ഉടനെ അത്ര തന്നെ ഉപ്പ് എടുത്തിട്ട് ബുദ്ധൻ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉപ്പ് വെള്ളം നീ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ, തൊട്ടടുത്തൊരു തടാകം അതിലിടാൻ. അതിലിട്ടു. നല്ല തടാകമാണ്, ശുദ്ധജല തടാകമാണ്. അതിൽ നിന്ന് അല്പം എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ശിഷ്യനെടുത്ത് കഴിച്ചു. ഉപ്പ് അനുഭവപ്പെട്ടോ? ഇല്ല. എന്തുകൊണ്ട് അനുഭവപ്പെട്ടില്ല? അവബോധം, വെള്ളം വർദ്ധിച്ച സമയത്ത്, വെള്ളത്തിന്റെ അളവ് കൂടിയ സമയത്ത് ഉപ്പ് അനുഭവപ്പെടുന്നില്ല. ജീവിതത്തിന്റെ തുഴച്ചിൽക്കാരനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ, ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിയാൽ, കൃഷ്ണാവബോധം വർദ്ധിച്ച കൃഷ്ണന്റെ തലത്തിലേക്ക് ഉയർന്നാൽ, ആ കൃഷ്ണൻ എന്നുള്ള നാമം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും നാവിലും തത്തിക്കളിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തില്ല, പ്രയാസങ്ങളുടെ വലുപ്പമറിയാതെ നമ്മളെയും അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഭക്തന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് ഭഗവാന്റെ, അല്ലേ? എല്ലാം ഭഗവാൻ ഭക്തന് വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ മഹാൻ എന്ന് വിളിക്കുന്നത്. എന്താ മഹാൻ എന്ന് പറഞ്ഞാൽ? മനവും മിഴിയും നാവും കരവും മന്നിൻ മാലകലാൻ മഹാനുകമ്പ മശ്രണമാക്കും മാനുഷദേവന്മാർ. ഇവരാണ് ദേവന്മാർ. മനവും മിഴിയും നാവും കരവും ഒക്കെ മണ്ണിന്റെ മാലകലാൻ, മണ്ണിന്റെ ദുഃഖമകലാൻ. അത്രത്തോളമെങ്കിലും സാധിച്ചില്ല എങ്കിൽ അവനവന്റെ കുടുംബത്തിന്റെ ദുഃഖമെങ്കിലും അകലാൻ നമ്മുടെ മനസ്സും മിഴിയും നാവും കരവും ഒക്കെ സമർപ്പിച്ചു കഴിയുമ്പോൾ കുടുംബത്തിലുള്ളവർ നമ്മളെ ദേവനായി കാണും. അതുകൊണ്ടാണ് കവി അങ്ങനെ പാടിയത്: മനവും മിഴിയും നാവും കരവും മണ്ണിൻ മാലകലാൻ മഹാനുകമ്പ മശ്രണമാക്കും മാനുഷദേവന്മാർ. അങ്ങനെയുള്ളവരെ നമുക്ക് ദേവൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എത്രത്തോളം നമ്മളിൽ ഈശ്വര അവബോധം വളർത്തുവാൻ സാധിക്കുമോ അത്രത്തോളം അവബോധം വളർത്തുമ്പോൾ ജീവിതം സുഗമമാവും. ഈ അവബോധം വളർത്തുക എന്നുള്ളതും അല്പം പ്രയാസം, അല്ലേ? അത് വളരെ രസകരമായി നമുക്ക് കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കണം. കൃഷ്ണാവബോധം, ഈശ്വരാവബോധം രസകരമായി എത്തിക്കാൻ സാധിക്കണം. അങ്ങനെ എത്തിച്ച ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ എത്തിച്ച ഒരു അമ്മയായിരുന്നു ഭുവനേശ്വരി ദേവി. ആരാ ഭുവനേശ്വരി ദേവി? സാക്ഷാൽ വിവേകാനന്ദ സ്വാമിയുടെ അമ്മ. വിവേകാനന്ദ സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിൽ എന്റെ അമ്മയ്ക്കും അച്ഛനുമുള്ളതായ പങ്ക് അത്രക്ക് വലുതാ. ഭുവനേശ്വരി ദേവി നല്ലൊരു അമ്മയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ? എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മക്കളെ മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എന്ന് പറഞ്ഞാൽ അക്ഷരം.
അക്ഷരം. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവരവരുടെ മക്കൾക്ക് ആവശ്യമായ ഭക്ഷണവും ആവശ്യമായ അക്ഷരവും കൊടുക്കുന്ന പവിത്രമായ ജന്മങ്ങളെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം. അമ്മയുടെ കർത്തവ്യം അതാ. അമ്മയാകുന്നത് അപ്പോഴാ ഭക്ഷണവും അക്ഷരവും കൊടുക്കുവാൻ സാധിക്കണം. അങ്ങനെ അക്ഷരം കൊടുത്ത ഒരു ഗുരുനാഥയായിരുന്നു ഭുവനേശ്വരി ദേവി. പല ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത്, വിവേകാനന്ദ സ്വാമി തന്റെ ചെറുപ്പത്തിലെ വിദ്യാലയത്തിലേക്ക് പോകുന്നതായ സമയം കുതിരവണ്ടിയിലാണ് യാത്ര. സ്വാമി നമ്മൾ ഇന്ന് സ്കൂൾ ബസ്സിൽ മക്കളെ വിടുന്നത് പോലെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നതായ വിവേകാനന്ദ സ്വാമി ഇങ്ങനെ പോയി നിരന്തരമായിട്ട് ഈ കുതിരവണ്ടിക്കാരൻ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കും. എന്താ കുതിരവണ്ടിക്കാരന്റെ പ്രത്യേകത എന്നറിയോ? നല്ല ബലിഷ്ഠമായ ശരീരം. നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ നല്ല സിക്സ് പാക്ക് ഒക്കെ ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള കരുത്തുറ്റ ശരീരത്തിനുടമയെ സ്വാമി നിരന്തരമായി വെറുതെ നോക്കും, എപ്പോഴും നോക്കും. കണ്ട് 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 അറിയാതെ സ്വാമിജിക്ക് ഇദ്ദേഹത്തോട്, സ്വാമി ആയിട്ടില്ല അന്നേരം, വിവേകാനന്ദന് നരൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ആരാധന തോന്നി ഇയാളോട്. അങ്ങനെയുണ്ട്. എന്തും നിരന്തരമായി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. എന്തും ആയിക്കോട്ടെ, എന്തും നല്ലതും മോശവും ഒക്കെയായുള്ള കാഴ്ചകൾ നിരന്തരമായി കാണട്ടെ. ആ കാണുന്ന കാഴ്ചകൾ അറിയാതെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് പലതും. കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ട വിഷയം, ഞാൻ എന്നാലും ചുരുക്കി കൊണ്ടുപോകും. അങ്ങനെ അല്ലെ, മനസ്സിന്റെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കേണ്ടതായ ഒരു സന്ദർഭമായിരുന്നു. കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയം, മനസ്സ് ഒപ്പിയെടുക്കുന്നത് എന്നുള്ളത് അതറിഞ്ഞാലേ നമുക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ട് 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 ഈ കുതിരക്കാരനോട് വല്ലാത്ത ആരാധന മൂത്തുണ്ടായി. ഒരു ദിവസം പോലും ഈ കുതിരക്കാരനെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. ആ സമയത്താണ് വിദ്യാലയത്തില് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥനെത്തിയത്. പലതും ഇങ്ങനെ ചോദിച്ചു കുട്ടികളോട്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ആരാകണമെന്നുള്ളതായിരുന്നു. ഒരു കുട്ടി പറഞ്ഞു ഡോക്ടർ ആവണം, മറ്റൊരു കുട്ടി പറഞ്ഞു എഞ്ചിനീയർ ആവണം. ഇങ്ങനെ കൈചൂണ്ടി നരന്റെ അടുത്തെത്തി നരേനോട് ചോദിച്ചു, മോനെ നിനക്ക് ജീവിതത്തിൽ നരേന്ദ്ര ആരാകണം? കുട്ടി എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എനിക്കൊരു കുതിരവണ്ടിക്കാരനാകണമെന്ന്. പോരെ പൂരം. അന്ന് ആ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവനെ കുതിരവണ്ടിക്കാരാ എന്ന് വിളിച്ച് കളിയാക്കി. എല്ലാവരും കളിയാക്കി. കുട്ടിക്ക് വല്ലാത്ത വിഷമം. എന്തുകൊണ്ടാണ്, 8 വയസ്സുള്ള കുട്ടിയല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും തന്നെ കളിയാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കുട്ടി വീട്ടിലേക്ക് പതുക്കെ വരികയാണ്. കുട്ടി വരുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ മിക്കവാറും ദിവസങ്ങളിൽ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കും കുട്ടിയോട് സംസാരിക്കാൻ. സംസാരം വേണം കുടുംബം നന്നാവണമെങ്കിൽ. സംസാരം കുറയുന്നിടത്താണ് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 10 മിനിറ്റ് സംസാരിക്കുന്ന രക്ഷിതാക്കൾ കുറവാണ്. 10 മിനിറ്റ് സംസാരം കുറയരുത് ജീവിതത്തിൽ ഒരിക്കലും. നമ്മളും സംസാരിച്ചിരുന്നു. എപ്പോഴറിയോ? കുട്ടി LKG-യിലും UKG-യിലും 1-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, മോനെ ഇന്ന് ഫസ്റ്റ് പീരീഡ് ആരാ വന്നത്? ഏത് ടീച്ചർ പാട്ട് പഠിപ്പിച്ചില്ലേ? പാട്ടൊന്ന് പാടൂ. നിരന്തരം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. 3-ഓ 4-ഓ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കില്ല. നിരന്തരമായി സംസാരിക്കണം. സംസാരം കുറയരുത്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ അവർ പറയട്ടെ. 2 ചെവി ഈശ്വരൻ തന്ന് ധാരാളം കേൾക്കണം. ചിലപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും കുട്ടികൾ പറയുക. കേൾക്കണം. നമുക്ക് കേൾക്കാൻ സമയമില്ലെങ്കിലുണ്ടല്ലോ, അവരോട് ഇതൊക്കെ പറയാൻ ധാരാളം ആൾക്കാർ ചുറ്റുവട്ടത്തുണ്ട്. പേടിക്കണ്ട, അവർ പറഞ്ഞോളൂ. അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് വൈകാരികമായ അടുപ്പം ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് തക്കം പാർത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട്. സംസാരം കുറയരുത്, അടിപൊളിയിടണം. സ്വാമിജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലായിരുന്നപ്പോൾ പലപ്പോഴും സമയം കണ്ടെത്തുന്നത് അമ്മയോട് സംസാരിക്കാനാണ്. അങ്ങനെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടി അമ്മയോട് മിണ്ടാതെ ഉടനെ അകത്തേക്ക് പോയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. പതുക്കെ പുറത്ത് പോയിട്ട് അമ്മ പുറത്ത് തട്ടിയിട്ട് ചോദിച്ചു, മോനെ എന്താ പറ്റിയത് നിനക്ക്? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. പറ, എന്താ ഇന്ന് ഉണ്ടായത്? പറ മോനെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇന്ന് വിദ്യാലയത്തില് പരിശോധനക്ക് വേണ്ടിയിട്ട് ഒരാളെത്തി. അവര് പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ എന്നോടും ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? അമ്മ എന്നെ വഴക്ക് പറയാൻ പാടില്ല. അല്ല പറ, നീ എന്ത് പറഞ്ഞു? ഞാൻ ഒരു കുതിരവണ്ടിക്കാരനാണെന്ന് പറഞ്ഞു. ആഹാ, നമ്മളാണ് ഭുവനേശ്വരി ദേവിയെങ്കിൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അപ്പുറത്തെ രാഹുൽ എന്താണ് പറഞ്ഞത്?
ഒന്നാമത്തെ ചോദ്യം, ഇപ്പുറത്തെ വീട്ടിലെ അല്ലേ ലത്തീഫ് എന്താ പറഞ്ഞത്? ഇങ്ങനെ ചോദിക്കോ, അവൻ ഡോക്ടർ, ഇവൻ എഞ്ചിനീയർ. നിന്നെ ഇതിനു വേണ്ടിയാണ് സ്കൂളിലേക്ക് വിടുന്നത്, നീ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാമോ? നോക്കുക, എല്ലാവരും തഴഞ്ഞ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കണം. അവിടെയാണ് യഥാർത്ഥ പാരന്റിങ് വരുന്നത്. ചേർത്ത് പിടിക്കണം നമ്മൾ, അല്ലേ? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു എന്ന് വെറുതെ യേശാസ് പാടിയതല്ല. അച്ഛനമ്മമാരുടെ ധർമ്മമാണ് പഠിപ്പിച്ച അദ്ദേഹം, അല്ലെ? ഉള്ളിനുള്ളിലെ അക്ഷരക്കൂട്ടുകൾ തുറന്നു തന്നു, വിദ്യ കൊടുത്തു. കാലം ഇടറുമ്പോൾ എന്തായി? ചേർത്തു പിടിച്ചു. രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം. അങ്ങനെ അമ്മ ചോദിച്ച സമയത്ത് അമ്മ അതൊന്നും ചോദിച്ചില്ല. അമ്മ ചോദിച്ചു, നീ എന്താ പറഞ്ഞത്, പറയൂ. കുട്ടി പറഞ്ഞു, അമ്മയെ പേടിച്ചു പേടിച്ചു പറഞ്ഞു, അമ്മയെ ഞാൻ പറഞ്ഞു എനിക്കൊരു കുതിരവണ്ടിക്കാരനാകണം. അമ്മയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. അമ്മ അവന്റെ പുറത്ത് തട്ടി, എന്നിട്ട് പറഞ്ഞു, നല്ല തീരുമാനം, നല്ല തീരുമാനം, അങ്ങനെ ആവണം. കുട്ടി നമുക്ക് ദേഷ്യം വരുന്നില്ല. എന്തിനു ദേഷ്യപ്പെടാ? കുതിരവണ്ടിക്കാരനാവുക എന്ന് പറഞ്ഞാൽ നല്ല തീരുമാനമല്ലേ? പക്ഷെ ആ കുട്ടിക്ക് ആത്മാർത്ഥമാണെന്ന് തോന്നണം. നമ്മൾ ഇത്രയും പറഞ്ഞ അവിടെ നിർത്തും. തന്റെ വാക്കുകൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് കുട്ടിക്ക് തോന്നണം. ഭുവനേശ്വരി ദേവി അവിടെ നിർത്തിയിൽ എന്ത് ചെയ്യുന്നറിയോ? ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് നേരെ പൂജാ റൂമിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ, കുതിരവണ്ടിക്കാരനാവണം എന്നുള്ളത് നിന്റെ 1-ാം നമ്പർ തീരുമാനം. അങ്ങനെ ആവണം. അവിടെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. കുതിരവണ്ടിക്കാരനാവുന്നെങ്കിൽ നീ ജീവിതത്തിലെ 1-ാം നമ്പർ കുതിരവണ്ടിക്കാരനാവണം. നോക്കൂ, ഒരു കുതിരവണ്ടിക്കാരനെ കാണിച്ചു കൊടുത്തു. ആരറിയത്? പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. അർജുനന്റെ മുമ്പിൽ ചമ്മട്ടിക്കോലുമായി നിന്നുകൊണ്ട് കുതിര തളിക്കുന്ന ഒരു കുതിരവണ്ടിക്കാരനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇയാളുണ്ടല്ലോ ലോകത്തിലെ 1-ാം നമ്പർ കുതിരവണ്ടിക്കാരനാ. ഇയാളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കുതിരവണ്ടിക്കാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആവുകയാണെങ്കിൽ ഇതുപോലുള്ള കുതിരവണ്ടിക്കാരനാവണം. ലോകം നിന്നെ നമിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത അമ്മയുടെ പേരാണ് ഭുവനേശ്വരി ദേവി. അതുകൊണ്ട് എന്തായി? കുട്ടിയുടെ ഉള്ളിലേക്ക് അറിയാതെ കൃഷ്ണാവബോധത്തെ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. ഈ കൃഷ്ണാവബോധം അനുദിനം കഥകളിലൂടെയും നാമജപത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കാലം നിടറുമ്പോൾ, കണ്ണൊന്നു പതറുമ്പോൾ ഉള്ളിൽ പ്രവർത്തിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ. സമയമായി എന്ന് പറഞ്ഞു നിർത്തുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.